ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചെമ്മീൻ്റെ തല ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി ഉണ്ടാക്കാം. വീഡിയോയിൽ കടക്കണേക്കാൾ മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ കറി വയ്ക്കാനായിട്ട് 1/2 കിലോ ചെമ്മീൻ്റെ തലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തല മാത്രം എടുക്കുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഇത് ഏകദേശം 1 കപ്പ് ഉണ്ട് കേട്ടോ. ചെമ്മീൻ്റെ എല്ലാ ഭാഗവും നമുക്ക് എഡിബിളാണ്, നമുക്ക് കഴിക്കാൻ പറ്റും. തലഭാഗം പ്രത്യേകിച്ച് നല്ല ജ്യൂസിയാണ്, നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട്. ചെമ്മീൻ കട്ട് ചെയ്യുന്നതിന് മുന്നേ, അതായത് തല സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കാം. എന്നിട്ട് തല മാറ്റിക്കഴിഞ്ഞ് തല സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. അന്നേരം കഴുകുമ്പോൾ വല്ലാണ്ട് പ്രസ് ചെയ്തിട്ട് ഫോൾസ് ചെയ്ത് കഴുകാൻ പാടില്ല. അപ്പോൾ ഇതിനകത്തുള്ള ജ്യൂസിനെസ് ഒക്കെ പോയി പോവും. ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടാവും അകത്ത്. അപ്പോൾ അതുകൊണ്ട് കഴുകണം, പക്ഷെ വല്ലാണ്ട് പ്രസ് ചെയ്ത് കഴുകാൻ പാടില്ല. പിന്നെ ഞാനിതിൻ്റെ കണ്ണൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല കേട്ടോ. കണ്ണൊന്നും കളയേണ്ട ആവശ്യമില്ല. താഴെയുള്ള കാലിൻ്റെ ഭാഗമില്ലേ, അത് മാത്രം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കട്ട് ചെയ്യാണ്ട് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. അപ്പോൾ 1 കപ്പ് ചെമ്മീൻ്റെ തല എടുത്തിട്ടുണ്ട്. ഈ കറി ഞാൻ കുടംപുളി ഇട്ടിട്ടാണ് വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുടംപുളി തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ വാളംപുളി അഥവാ പിഴിപുളി ആയാലും യൂസ് ചെയ്യാം, ഏതായാലും മതി. അപ്പോൾ കറി വെക്കണതിന് ഏകദേശം ഒരു 10-15 മിനിറ്റ് മുന്നായിട്ട് നമുക്ക് എന്തെന്ന് വെച്ചാൽ ഈ കുടംപുളി കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ 2 കഷ്ണം പുളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ലോണം കഴുകിയിട്ട് എടുക്കാം. പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലും കുറവൊക്കെ എടുക്കാം. ഇതിപ്പോൾ ഇത്രയും ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും. ഇനി ഇത് മുങ്ങിക്കെടുക്കണം, അത്രയും പാകത്തിന് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും. കണ്ടോ, ഇങ്ങനെ കുതിർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ കറി വെക്കുന്ന സമയമാകുമ്പോഴേക്കും ഈ പുളി വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് നല്ലോണം സോഫ്റ്റായിട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ കറി വെക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുന്നായിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. കറി വെക്കാനായിട്ട് നമുക്കൊരു മൺചട്ടി വെച്ചിട്ട് ചൂടാക്കാം. നമ്മൾ മൺചട്ടിയിൽ വെക്കുന്ന ഒരു ടേസ്റ്റ് ഇനി നമ്മൾ ഏത് ചട്ടിയിൽ വെച്ചാലും കിട്ടില്ല. അപ്പോൾ മൺചട്ടിയാണ് ബെസ്റ്റ് കേട്ടോ. ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതുപോലെ തന്നെ നാടൻ കറിയല്ലേ, അപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം നമുക്ക്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ അന്നേരത്തേക്ക് നമുക്ക് ഇനി ചേർക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 8 ചെറിയുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്. 4 വലിയ അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ എടുക്കുക. പിന്നെ 1.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചതച്ചത്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് 2 അതിലധികമോ പച്ചമുളക് എടുക്കുക. കുറച്ച് കറിവേപ്പില വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ എടുത്തു വയ്ക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതെല്ലാം ഇതിലേക്ക് ചേർക്കാം. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. പിന്നെ ഈ ചേരുവകളുടെ ഒക്കെ ലിസ്റ്റ് എത്രയൊക്കെ എന്തൊക്കെ വേണമെന്നുള്ളതൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി. ഇനി ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയുള്ളിക്ക് പകരം വേണമെങ്കിൽ സവാളയും ചേർക്കാം. പക്ഷേ നമ്മൾ ചെറിയുള്ളി ചേർക്കുന്ന അത്രയും ടേസ്റ്റ് സവാളയ്ക്ക് കിട്ടില്ല. ചെറിയുള്ളിയാണ് ടേസ്റ്റ്. കുറച്ചധികം നേരം വഴറ്റി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് പച്ചമണമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങും. കണ്ടോ, ഇതിപ്പോൾ ഏകദേശം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഒത്തിരി കളർ ചേഞ്ച് ആയിട്ടില്ല, എന്നാലും ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന പൊടികളൊക്കെ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കണത് കേട്ടോ. അതായത് പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർക്കണത്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണാണ് ചേർക്കണേ. ഇതിന് എരിവ് കുറവാണ്, മാത്രമല്ല കറിക്ക് നല്ല കളറും കിട്ടും. ഇപ്പോൾ നിങ്ങൾ സാധാ മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ അതിന് നല്ല എരിവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പകുതി അളവിൽ ചേർത്താൽ മതിയാവും. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മുളക് കറിയിലൊന്നും മല്ലിപ്പൊടി നിർബന്ധമില്ല ചേർക്കണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് വളരെ കുറച്ച് ചേർക്കണത് കേട്ടോ. 1 ടീസ്പൂൺ മതി. മുളക് കറിയിലൊക്കെ മല്ലിപ്പൊടി കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് തന്നെ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഉലുവയുടെ പൊടിയായിട്ട് എടുക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉലുവ കല്ലിൽ വെച്ച് ചതച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിയാക്കിയിട്ടാണ് ചേർക്കണം കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ ചേർക്കാം നമുക്ക്. ഉലുവയുടെ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും നമ്മുടെ കറിക്ക്. 1/2 ടീസ്പൂൺ മതി, കൂടുതൽ ചേർക്കണ്ട. കാരണം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. ഇനി ഒരു ചെറു തീയിൽ വെച്ചിട്ട് ഈ പൊടികളെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴണ്ട് വരണ വരെ റോസ്റ്റ് ചെയ്യാം. കുറച്ച് സമയം എടുക്കും അതിനായിട്ട്. അപ്പോൾ കരിയാണ്ട് നോക്കണം കേട്ടോ. അതിനാണ് നമ്മൾ തീ കുറച്ച് വെക്കണത്. ഇപ്പോൾ നിങ്ങൾക്ക് ചട്ടി ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുകയാണ് ഈ സമയത്ത് എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തോളൂ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളൂ. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല മയമുള്ള ചട്ടി ആയതുകൊണ്ട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചധികം നേരം നമ്മൾ വഴറ്റി കഴിയുമ്പോൾ കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് പൊടികളുടെ കളറൊക്കെ നല്ലോണം ചേഞ്ചായി നല്ലൊരു ഡാർക്ക് കളറായിട്ട് വരും.
ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഞാനിവിടെ ഇതുപോലത്തെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ്. ഇതിൻ്റെ പകുതി മുറിച്ചിട്ട് കുഞ്ഞായിട്ട് അരിയുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ തക്കാളി കഷ്ണങ്ങളെ ഈ മസാലയിൽ നല്ലോണം വഴണ്ട് ചേരണം കേട്ടോ. അതുവരേക്കും നമുക്ക് കുക്ക് ചെയ്യണം. അതുവരേക്കും നമുക്ക് വഴറ്റിയെടുക്കണം. ചട്ടി കുറച്ച് ഡ്രൈ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂട് തട്ടി കഴിയുമ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പം അന്നേരം നമുക്ക് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉടച്ചു കൊടുക്കാം. അപ്പോൾ തക്കാളി മസാലയ്ക്ക് നല്ലോണം മിക്സ് ആയിട്ട് വഴണ്ട് ചേർന്നോളും. കണ്ടോ, ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി ഇതിൽ മസാലയിൽ നല്ലോണം വഴണ്ട് ചേർന്നിട്ടുണ്ട്. മസാല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഈ കുടംപുളി നമ്മൾ വെള്ളത്തോട് കൂടി തന്നെയാണ് ഈ കറിയിലേക്ക് ചേർക്കണതേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ കീറി ഇടാം. കൈ കൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇടാം. കഷ്ണങ്ങളാക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് എടുത്ത് കളയാൻ സുഖം ഈ വലിയ കഷ്ണമായിട്ട് കിടക്കണം തന്നെയാണ്. പക്ഷെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം. ഇത് നമുക്ക് വെള്ളത്തോട് കൂടി തന്നെ കറിയിലേക്ക് ചേർക്കാം. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയാണ് ശരിക്കും നമ്മുടെ കറിയുടെ ടേസ്റ്റ് എന്നും പറയണം കേട്ടോ. ആ കുടംപുളിയുടെയും പൊടികളുടെയൊക്കെ ആ സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ കറിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ, അതായത് 240 ml ഗ്ലാസ്സാണിത്. ഇതുപോലത്തെ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിക്കണത്. ഏകദേശം 1.5 ഗ്ലാസ് വെള്ളം മതിയാവും നമുക്ക്. പിന്നെ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാലും നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്ക്. ഇതിപ്പോൾ അത്യാവശ്യം ചാറുള്ള രീതിയിലാണ് നമ്മൾ കറി വെക്കണത്. നമ്മൾ ഇത്രയും നേരം ഇതിനകത്തേക്ക് ഒട്ടും ഉപ്പിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമുക്ക് പിന്നീട് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് പോരാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ അടപ്പ് തുറന്ന് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ തല ഇതിലേക്ക് ചേർക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ്റെ തല പെട്ടെന്ന് വേവും, അധികം വേവൊന്നുമില്ല ഇതിന്. മാംസമൊക്കെ കുറവല്ലേ അകത്ത്. കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ഫുള്ളായിട്ട് അടച്ചു വെക്കേണ്ട, ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പുള്ള രീതിയിൽ അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, ഇപ്പോൾ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയൊക്കെ നമുക്കിങ്ങനെ മേലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു 7-8 മിനിറ്റ് നേരം കൂടി നമുക്ക് തുറന്നു വെച്ചിട്ട് ഈ കറി ഒന്ന് കുറുകി ചെറുതായിട്ടൊന്ന് വറ്റി വരണ വരെ തിളപ്പിക്കാം. അപ്പോൾ ഒരു 7-8 മിനിറ്റ് നേരം നമ്മൾ കറി തുറന്ന് വെച്ചിട്ട് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും വറ്റിയാൽ മതി. കാരണം നമുക്ക് കുറച്ച് ഗ്രേവിയൊക്കെ വേണ്ടേ കറിക്ക്. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും എരിവൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ആവശ്യത്തിന് കുറുകി വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1-1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ, അതായത് പച്ച വെളിച്ചെണ്ണ നമുക്കിതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. കാരണം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും, നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞ് കറിവേപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. കറി ഞാനിപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഈ ചട്ടിയുടെ ഒരു ചൂടിലാണ് ഇത് തിളയ്ക്കണത്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മൂടി വെക്കാം കുറച്ച് നേരത്തേക്ക്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം കറി എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. കണ്ടോ, നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. ആ കറിവേപ്പിലയുടെയും ആ കുടംപുളിയുടെയും പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പറാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.